ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റം തന്നെയാണിത്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു പേപ്പർ ബാഗാണ്. അപ്പോൾ ഈ പേപ്പർ ബാഗിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ളൊരു ബാസ്ക്കറ്റ്, ഒരു കൂടെയാണ് ഞാൻ ചെയ്യാൻ പോണത്. മോൻ അവനെ ഞാനിപ്പോൾ കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കുന്നത് കൂടെ വന്ന് ബുക്കുമായിട്ട് വന്ന് നിൽക്കും, അതാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവനും ഒരു എനർജറ്റിക് ആയിട്ട് അവനും നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഒരു പേപ്പർ ബാഗുകൾ, ഒരുപാട് പേപ്പർ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് കളയാൻ തോന്നിയില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു ബാസ്ക്കറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പേപ്പർ ബാഗിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് അത് വിടർത്തിയെടുത്തതിന് ശേഷം നീളത്തിൽ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് വെച്ചത് അത് പിരിച്ചാണ് ഇതുപോലെ റൗണ്ട് ചെയ്യുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് പിരിച്ച്, അതായത് ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്ക് ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പായി വരും. അല്ലാതെ വെറുതെ നമ്മളത് റൗണ്ട് ചെയ്ത് ചുറ്റിയടിക്കുകയല്ല. അതുകൊണ്ടില്ലേ, പിരിച്ച് ഒടിച്ച് മടക്കി അത് ചുറ്റിയടിക്കുകയാണ്. കുറച്ച് സമയമെടുത്ത്, ഒരുപാട് സമയമെടുത്ത് അവർ 7-8 എണ്ണം അത് ചെയ്തെടുത്ത് ഒരു ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പം വലിയൊരു ബാസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബലത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു ബൗളിൻ്റെ അത്രയും വലുപ്പത്തിൽ, അതായത് ഒരു റൗണ്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു ബൗൾ എടുത്ത് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബൗളിനെ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. എന്നാലും ഇത് റൗണ്ട് ഷേപ്പ് ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് വേറൊരു ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ബൗളിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് റൗണ്ട് ഷേപ്പായിട്ട് ഒരു ബൈൻഡ്, നല്ല കട്ടിക്കുള്ളൊരു ബൈൻഡാണ്. അത് കട്ട് ചെയ്ത് താഴത്തെ ഭാഗം വെക്കാനായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പറഞ്ഞ കണക്ക് ഈ ഒരു പേപ്പർ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് കുറച്ച് ഞാൻ ആലോചിച്ചിരുന്നു, എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, അത് വലുതായിട്ടുള്ളതാണ്. അതായത് ഒരു 3-4 നീളത്തിലുള്ള പേപ്പറുകളാണ് ഈ ചുറ്റി വെച്ചിരിക്കുന്നത്. ഒരെണ്ണം അങ്ങനെ 6-7 എണ്ണമാണ് ആ ഒരു ഷേപ്പ്. അതായത് താഴത്തെ താഴത്തെ ആ ഒരു റൗണ്ട് േക്കാളും വലിയതായിരിക്കണം വാവട്ടോ. അങ്ങനെ ചരിച്ച് വെച്ച് B7000 എന്ന ഗമ്മ് കൊണ്ട് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. കുറച്ച് ചരിച്ച് വെച്ച് വേണം. ആ ഒരു താഴത്തെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സെല്ലോ ടേപ്പിൻ്റെ ബൈൻഡാണ്. അത് നൂല് കൊണ്ട് ചുറ്റിയതാണ്. വൈറ്റ് നൂല് കൊണ്ട് ചുറ്റി വരിഞ്ഞ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇനി ഏറ്റവും താഴെ നമ്മൾ ആ ഒരു സ്റ്റാൻഡായിട്ട് വെക്കാൻ പോണത്. B7000 നല്ല രീതിയിൽ ആ ഒരു ഗമ്മ് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഇതെന്ന് വെച്ചാൽ സെല്ലോ ടേപ്പിൻ്റെ നമ്മൾ ആ ഒരു പേപ്പർ ബൈൻഡ് തന്നെയാണ്, റോളാണ്. അതവിടെ ഒട്ടിക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്റ്റാൻഡായി കഴിഞ്ഞ് കണ്ടില്ലേ. സൂപ്പറായിട്ട് നമുക്ക് ആ ഒരു അത്രയും വീതിക്കാണ് നമ്മൾ ആ ഒരു റൗണ്ട് ചുറ്റിയെടുത്തത് കൊണ്ട് നല്ല നിരന്ന് റൗണ്ട് ഷേപ്പിനേക്കാളും വളരെ മനോഹരമായിട്ട് ഒരു ഫ്ലവർ മോഡലായി കഴിഞ്ഞ് ഉണ്ടല്ലേ. അത് നല്ല രീതിയിൽ ഒട്ടിച്ച് കുറച്ച് സമയം ഒന്ന് ഈ ഒരു ഗം ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചേക്കണമെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അത് ഉണങ്ങിക്കിട്ടും. 2-3-4 കോട്ട് നല്ല രീതിയിൽ ചെയ്യണം. ഇനി അതിനൊരു ഹാൻഡിൽ, ഒരു പിടി വെക്കാനായിട്ടാണ്. കണ്ടില്ല, അത് ഒട്ടിക്കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പറാണ് ചുരുട്ടി വെറുതെ പിരിച്ച് ചുരുട്ടിയിട്ട് അതിൽ ഗോൾഡൻ വയറാണ് ചുറ്റിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ അത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഗോൾഡൻ വയറെടുത്ത് അതിൽ വരിഞ്ഞ് മുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു പിടി അതിൽ വെച്ചിരിക്കുന്ന കണക്ക് തന്നെ ഇരിക്കും. കണ്ടില്ലേ, ഗോൾഡൻ വയർ നല്ല രീതിയിൽ അത് ചുറ്റി എടുക്കുകയാണ് ചെയ്തത്. ചുറ്റി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു യഥേഷ്ടം നമുക്കത് ആ ഒരു റൗണ്ടായിട്ട് തന്നെ വളഞ്ഞ് അവിടെ തന്നെ ആ ഒരു ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗോൾഡൻ വയർ ചുറ്റി വരിഞ്ഞെടുത്ത് അതിൽ ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ ചുറ്റി വരിഞ്ഞെടുത്ത് കഴിഞ്ഞ് അത് 2 സൈഡിലോട്ടും ആ ഉയർന്നിരിക്കുന്ന 2 സൈഡിലോട്ടും അത് ഒട്ടിച്ച് ചേർത്ത് വെക്കുകയാണ്. ആ ഒട്ടിച്ച് വെക്കുന്നത് B7000 എന്ന ഗം കൊണ്ടാണ്. എങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഈ ഒരു പേപ്പറിൻ്റെ തന്നെ 2 പീസ് കട്ട് ചെയ്ത് അതിൽ ഈ ഒരു ഗം ഫെവിക്കോൾ തേച്ച് അത് ഒന്നും കൂടി
അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്നത് കൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. കാരണം അത് പിന്നെ ഒരു കാരണവശാലും ആ ഒരു ഹാൻഡിൽ അതിൽ നിന്നും വിട്ടു പോകാതെ തന്നെ അതിൽ തന്നെ ഇരുന്നോളും. കണ്ടില്ലേ, ഒരു ഹാൻഡിലും ആക്കി കഴിഞ്ഞ് സൂപ്പറായിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പം ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പെൻസില് അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും ടൂൾസുകളോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് വെക്കാനായിട്ട് നമുക്കിതുപോലെ മനോഹരമായിട്ട് ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ടേബിൾ അവരെ സ്റ്റഡി ടേബിളിൽ വേണമെങ്കിൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനിയെന്ന് വെച്ചാൽ ആ രണ്ട് സൈഡിലും നല്ല രീതിയിൽ അത് ഇളകി പോകാത്ത വിധം അവിടെ തേച്ച് വെച്ചിരിക്കുകയാണ് ഫെവിക്കോള്. അതെടുത്ത് അതിൽ ഒട്ടിച്ച് ചേർത്ത് വെച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടേപ്പ് പേസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് പോകത്തില്ല. നമ്മൾ തെർമോക്കോളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെല്ലോ ടേപ്പിനെയും കാര്യം ബലമാണ് ഇതുപോലെ പേപ്പറിൽ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ആ ഒരു ഒട്ടിപ്പെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. ഫെവിക്കോൾ MR ആണ്, നല്ല സ്ട്രോങ് ആയിട്ടത് ഒട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. കുറച്ച് സമയം എടുക്കും അത് ഒട്ടിയെടുക്കാനായിട്ട്. അതുപോലെ ആ ചുറ്റിയതിന് ചുറ്റും ഫെവിക്കോൾ തേച്ചിട്ടുണ്ട്, കാരണം അത് ഇളകി പോകാതിരിക്കാനായിട്ടാണ്. നമ്മൾ ചെയ്യുമ്പോഴെല്ലാം നല്ല ഉറപ്പോടെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ അത് തന്നെ നമുക്ക് നിർത്തിയെടുക്കാൻ പറ്റും. അപ്പം നല്ലൊരു സത്യത്തിൽ ആ പേപ്പർ എടുത്തിട്ടപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് എന്തെങ്കിലും മോഡൽസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ബാസ്ക്കറ്റ് ചെയ്യാമെന്ന് കരുതി ന്യൂസ് പേപ്പറിൽ ഞാൻ ഇതിൻ്റെ വേറൊരു മോഡലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒന്നും നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രീ ടൈമുകളിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മുടെ വീട് നമുക്ക് തന്നെ അലങ്കരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മനോഹരങ്ങളായിട്ടുള്ള ഐറ്റംസുകളും ഒരുപാട് വിലപിടിപ്പില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ ആയാലും അതിനൊന്നും ഒരുപാട് എമൗണ്ട് വരുന്നതല്ല. ഇതൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതിലെല്ലാം ഫുൾ ബ്ലാക്ക് കളർ ചെയ്ത്, ബ്ലാക്കിൽ ഗോൾഡൻ കളറാണ്. ഈ ഒരു ഗോൾഡൻ്റെ എഫക്റ്റ് ശരിക്കും അറിയണമെങ്കിൽ അത് ബ്ലാക്കിൽ തന്നെ ചെയ്യണം. ഇതെന്ന് വെച്ചാൽ ചെറിയ ഫ്ലവർ, അതും ഗോൾഡൻ സാറ്റൻ റിബണ്ണാണ് വെറുതെ ചുരുട്ടി കൂട്ടി സ്റ്റാപ്ലർ അടിച്ചിരിക്കുന്ന ഫ്ലവേഴ്സാണ്. കണ്ടില്ലേ, വളരെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഓരോ മുത്തുകളും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ എഫക്റ്റ് വരുന്നത് തന്നെ ആ ഒരു ബ്ലാക്ക് കളറിലാണ് വളരെ മനോഹരമായിട്ട്